നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. ജാതി വിവേചന വിവാദത്തിൽ മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുവാനും കമ്മീഷൻ അംഗം വി ഗീത നിർദ്ദേശം നൽകി. കഴകം ജോലിയിൽ നിയമിതനായ VA ബാലുവിനോട് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിശദീകരണം തേടും. അതേസമയം കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതിയിൽ തന്ത്രിമാർക്കെതിരെ ആഞ്ഞടിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. തന്ത്രിമാരാണ് സർവാധികാരികളെന്ന അഹങ്കാരം വേണ്ടെന്നും ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്തുവാൻ സർക്കാരിന് കഴിയണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ക്രമരഹിതമായ ഭക്ഷണക്രമം പിന്തുടർന്ന 18 വയസ്സുള്ള പെൺകുട്ടിക്ക് ദാരുണാന്ത്യം. ശരീരഭാരം കൂടുമെന്ന ഭയത്താൽ ഭക്ഷണം കഴിക്കാതിരുന്നതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിർദ്ദേശിച്ച ചില ഭക്ഷണക്രമങ്ങൾ പെൺകുട്ടി പാലിച്ചിരുന്നതായും പറയപ്പെടുന്നു. കണ്ണൂരിലെ കൂത്തുപറമ്പ് സ്വദേശിയായ ശ്രീനന്ദ തലശ്ശേരിയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇടയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരുന്നു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ മുൻനിര വിതരണക്കാരായി മാറുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇതോടെ സ്വാഭാവികമായും തിരിച്ചടി നേരിടേണ്ടി വരിക ഖത്തറും ഇറാഖും സൗദി അറേബ്യയും അടങ്ങുന്ന അറബ് രാജ്യങ്ങളായിരിക്കും. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ കയറ്റുമതിയിൽ സമീപകാലത്ത് വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം ഇസ്രായേൽ വിച്ഛേദിച്ചതായി ഞായറാഴ്ച ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് വരണ്ട പ്രദേശത്തിന്റെ ഒരു ഭാഗത്തേക്ക് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഡീസലൈനേഷൻ പ്ലാന്റിനെ ബാധിച്ചു. ഇസ്രായേലിന്റെ പട്ടിണി നയത്തിന്റെ ഭാഗമാണിതെന്ന് ഹമാസ് ഇതിനെ വിശേഷിപ്പിച്ചു. യുദ്ധത്തിന്റെ ആദ്യനാളുകളിൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ പ്രതിധ്വനിയായ 2 ദശലക്ഷത്തിലധികം ഫലസ്തീനികളുടെ പ്രദേശത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണം കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നിർത്തിവച്ചു. ആദ്യഘട്ട വെടിനിർത്തൽ നീട്ടാൻ ഇസ്രായേൽ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ആ ഘട്ടം കഴിഞ്ഞ വാരാന്ത്യത്തിൽ അവസാനിച്ചു. ഒരു ശാശ്വത വെടിനിർത്തൽ ചർച്ച ചെയ്യാമെന്ന ഉറപ്പിന് പകരമായി ബാക്കിയുള്ള ബന്ദികളിൽ പകുതി പേരെയും ഹമാസ് മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. കഴിഞ്ഞ 2 ദിവസമായി ഒരേ വിലയിൽ തുടർന്ന വിപണിയിൽ നിന്ന് 80 രൂപയുടെ നേരിയ വർധനവാണ് ഉണ്ടായത്. ഇതോടെ പവന്റെ വില 64,400 രൂപയായി ഉയർന്നു. ഇന്നലെ സ്വർണം ഗ്രാമിന് 10 രൂപയാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില വീണ്ടും 8,000 കടന്നു. 1 ഗ്രാം സ്വർണത്തിന് 8,050 രൂപയാണ് ഇന്ന് നൽകേണ്ടത്. അതേസമയം വെള്ളി വില കുറഞ്ഞിട്ടുണ്ട്. 106 രൂപയാണ് 1 ഗ്രാം വെള്ളിക്ക് നൽകേണ്ടത്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കുറവിലങ്ങാട് ലഹരിക്കടിമയായ യുവാവ് മറ്റൊരു യുവാവിനെ കിണറ്റിൽ തള്ളിയിട്ടു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിത്തിനാണ് പരാക്രമം നടത്തിയത്. കല്ലേലിൽ KJ ജോൺസൺ എന്നയാളെയാണ് കിണറ്റിൽ തള്ളിയിട്ടത്. ജോൺസനെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷിച്ചത്. ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ശനിയാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. റോഡരികിൽ സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു ജോൺസൺ. ആ സമയത്താണ് ജിതിൻ എത്തുന്നത്.
ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. കോട്ടയം ഭരണങ്ങാനത്തിന് സമീപം ഇടമറ്റത്ത് സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു. ബസ് ഡ്രൈവർ ഇടമറ്റം സ്വദേശി MG രാജേഷാണ് മരിച്ചത്. ചേറ്റുതോട്ടിൽ നിന്നും പാലാക്കി വരികയായിരുന്ന സ്വകാര്യ ബസ് ഇറക്കമിറങ്ങുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ കല്ലുങ്കിലിടിച്ച് തെറിപ്പിച്ച ശേഷം സമീപത്തെ തെങ്ങിലിടിക്കുകയായിരുന്നു. ഒരു VVIPയുടെ മകളെയാണ് കാണാതായിരുന്നത് എങ്കിൽ പോലീസ് ഇങ്ങനെ പ്രവർത്തിക്കുമോ? രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കാസർഗോഡ് കാണാതായ 15-കാരിയെ ആഴ്ചകൾക്ക് ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിൽ നിന്നും വിശദീകരണം തേടി ഹൈക്കോടതി. കേസ് ഡയറി ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകി. അന്വേഷണം വൈകിയെന്ന ആരോപണത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.